ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഷവർമയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി നമ്മൾ ബോൺലെസ് ചിക്കനാണ്, എല്ലില്ലാത്ത ചിക്കൻ. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇട്ടത് ഞാൻ അധികം ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് മല്ലിപ്പൊടി ഇടും. നമ്മുടെ ആ ഒരു ബാറ്ററിന് നല്ലൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഇടുന്നത് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 സ്പൂണ് ചിക്കൻ മസാല, പിന്നെ 1/2 സ്പൂൺ ഗരം മസാല. ഇതൊക്കെ ഇട്ടിട്ട് നമ്മുടെ ചിക്കനൊന്ന് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഇതൊരു അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാനിത് ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെന്ന് വെച്ചാൽ നമ്മളെ മസാല ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് എത്ര മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രയും നമ്മുടെ ചിക്കൻ നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമുക്കിത് മൊത്തത്തിലൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഞാനിത് കുഴച്ചെടുത്തിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ആ ഓയിൽ ചൂടായതിന് ശേഷം ഞാൻ ഒന്നും കൂടി ആ ചിക്കനൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് കുഴച്ചെടുത്ത് ചിക്കൻ ഇതിലേക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ ചിക്കനും പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ഒരു സൈഡ് നന്നായി മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. എല്ലില്ലാത്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അധികം ചിക്കന് ഒരുപാട് വേവൊന്നുമില്ലാത്തതല്ലേ. അങ്ങനെ ഒരു സൈഡ് ഏകദേശം ഇങ്ങനെ മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പം ഞാനൊന്ന് ഇത് മൊത്തത്തിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കിനി നമ്മുടെ കുബൂസ് വേണം. അതിനെ പുറത്തുനിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വിചാരിച്ച് വേണ്ട, നമ്മളാക്കുന്ന സേഫ്റ്റി ഒന്നും അതിനുണ്ടാവില്ല. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അതിനാവശ്യമായ ഉപ്പും പിന്നെ ഒരു 1/2 സ്പൂൺ പഞ്ചസാരയും ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയം ഞാൻ നമ്മുടെ ഈസ്റ്റ് കുറച്ച് പാലിൽ ഞാൻ കലക്കി വെച്ചിട്ടുണ്ടതിന് അതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിത് മൊത്തത്തിൽ ഒരു ഗ്ലാസ് പാലിലാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. പാലിലാകുമ്പോൾ നമ്മളെ കുബൂസ് നല്ല സോഫ്റ്റ് ആയിരിക്കും. വെള്ളത്തിൽ കുഴച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് പാലിലായിരിക്കും കുഴച്ചെടുക്കുന്നത്. അങ്ങനെ ഈ ഒരു ഗ്ലാസ് പാല് തന്നെയാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. കറക്റ്റായിരുന്നു. അങ്ങനെ ഞാൻ ഈ പാലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ മൈദപ്പൊടി നന്നായി കുഴച്ചെടുക്കാം. ഇത് കുഴച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 2 കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കുക. ഇത് നമ്മൾ എത്ര കുഴച്ചെടുക്കുന്നോ നല്ല രീതിയിൽ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായി കുഴച്ചെടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ കുബൂസ് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതുപോലെ നമുക്ക് കുറച്ച് സമയം നന്നായിട്ട് ഈ ടോപ്പിലിട്ടിട്ട് നമുക്ക് കുഴക്കണം. അങ്ങനെ ഞാനിത് കുറച്ച് സമയം ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. പിന്നെ നമ്മുടെ കുബൂസ് നന്നായി പൊങ്ങിയും കിട്ടും. പാത്രത്തിലിട്ടിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലൊരു പരന്ന സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും. ഞാനിത് കുറച്ച് സമയം ചെയ്തതിന് ശേഷം നമ്മുടെ ആ പാത്രത്തിലേക്ക് തന്നെ വെച്ചിട്ട് 1 മണിക്കൂർ വരെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്നാലേ നമ്മുടെ ഈ മാവ് പൊങ്ങി കിട്ടും. അങ്ങനെ ഞാൻ പാത്രത്തിലിട്ട് ക്ലീൻ റാപ്പർ കൊണ്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ ശേഷം ഞാനിത് നോക്കിയപ്പോൾ ഇതാ പൊങ്ങിക്കിടക്കുന്നുണ്ട്. കണ്ടില്ലേ, നന്നായി പൊങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഒന്നും കൂടി മൊത്തത്തിലൊന്ന് ഞാൻ കുഴച്ചിട്ടുണ്ട്. ഇത് മൊത്തത്തിൽ നല്ല സോഫ്റ്റാണ്, കണ്ടില്ലേ. അപ്പോൾ ഇത് മൊത്തത്തിൽ കുഴച്ചെടുത്ത് ഞാൻ വീണ്ടും നമ്മുടെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കുറച്ച് മൈദപ്പൊടിയും എടുത്തിട്ട് ഇത് റോൾ ചെയ്ത് ഓരോ ഉണ്ട എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയോടെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാനിത് ഓരോ ഉരുളകളാക്കി വെച്ച് പരത്തിയെടുക്കാൻ പോവാണ്. ആദ്യം തന്നെ ഞാൻ വിചാരിച്ചത് നോമ്പല്ലേ, നല്ല ക്ഷീണം, അപ്പോൾ പുറത്തുനിന്ന് കുബൂസ് വാങ്ങിയിട്ട് നമ്മുടെ ഫില്ലിങ് മാത്രം വീട്ടിൽ നിന്ന് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിന്. പിന്നെ വേണ്ട എന്നുവെച്ചാൽ നമ്മളാക്കുന്ന ആ ഒരു സേഫ്റ്റിയും ആ ഒരു ഇതൊന്നും ഉണ്ടാവില്ല. കാരണം കുബൂസൊക്കെ നമുക്ക് ഒരുപാട് ദിവസം വെച്ചാണ്, ചില ടൈം അറിയുക പോലുമില്ല. അങ്ങനെ ഞാനിത് ഓരോ ഉരുളകളാക്കിയിട്ട് ഇതാ പരത്തി എടുക്കുകയാണ്. അങ്ങനെ
നമുക്ക് ഒരുപാട് റൗണ്ടായിട്ട് പരത്തൊന്നും വേണം. നമ്മുടെ ആ ഒരു ഫില്ലിങ് കവർ ചെയ്ത് കിട്ടുന്ന ഒരു രീതിക്ക് നമുക്ക് പരത്തിയെടുത്താൽ മതി. ഒരുപാട് തിന്നാൻ വെള്ളം അങ്ങനെ കഴിഞ്ഞാൽ നമ്മുടെ കുബൂസ് പൊന്തി വരില്ല. അങ്ങനെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുബൂസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സൈഡ് തന്നെ ഇതുപോലെ ഒരു ബബിൾസ് വരുന്നുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ അത് കുറച്ച് ടൈം അങ്ങനെ കിടക്കട്ടെ. ശേഷം ഒന്നും കൂടി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കുബൂസ് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരും. കണ്ടില്ലേ? അതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുബൂസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിത് മൊത്തത്തിലൊന്ന് എല്ലാം കൂടിയിട്ടൊന്ന് പരത്തി ചുട്ടെടുക്കാം നമുക്ക്. അതിന് ശേഷമാണ് നമുക്ക് ഇത് തണിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസാണ്. ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, പിന്നെ ക്യാബേജ്, ഇതൊക്കെ ചെറുതായി അരിഞ്ഞതാണ്, നീളത്തിലാണ് അരിഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് വീണ്ടും ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കാരണം നമ്മുടെ ആ ഒരു ഫില്ലിങ്ങിന് ഒരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടാണ്. വേറെ പ്രത്യേകിച്ചിട്ട് എരിവിനുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെന്ന് മാത്രമല്ലല്ലോ. അങ്ങനെ ആ പൊരിച്ച് വെച്ച ചിക്കനെ ഞാൻ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ചിക്കി എടുത്തിട്ടുണ്ട്. കാരണം കുറച്ച് വലിപ്പമെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്കത് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുബൂസിന് ഒരു പൊട്ടൽ പോലെയൊക്കെ സംഭവിക്കും. അങ്ങനെ ഞാൻ ചിക്കനും ഇട്ടിട്ട് നന്നായി നമ്മുടെ ഈ മിക്സ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് നമുക്ക് വേണ്ടത് മയോണൈസാണ്. അപ്പോൾ ഞാൻ ഈ മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ പ്രത്യേകിച്ചിട്ട് ഞാൻ എടുത്തിട്ടില്ല. കാരണം അറിയില്ലേ, നമുക്കൊരു 2-3 അല്ലി ഗാർലിക്കും പിന്നെ 2 മുട്ടയും പിന്നെ നമ്മൾ സൺഫ്ലവർ ഒഴിച്ച് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടാണിത് ഉണ്ടാക്കിയത്. അങ്ങനെ ഈ മയോണൈസും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ വെജിറ്റബിൾസും ചിക്കനും മൊത്തത്തിലൊന്ന് ഇളക്കാം. കുറച്ചധികം മയോണൈസ് ചേർത്തിട്ടുണ്ട്. കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മയോണൈസ് ആയതുകൊണ്ട് തന്നെ നല്ല സേഫ്റ്റി, ധൈര്യത്തിൽ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ നല്ല ക്രീമി ആയിട്ട് തന്നെ നല്ലോണം മയോണൈസ് ഒഴിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു മയോണൈസ് ഇവിടെ മക്കൾക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ട് തന്നെ മയോണൈസ് നന്നായി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാനൊരു കുബൂസ് എടുത്ത് അതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഇതിലേക്ക് നമ്മുടെ ഷവർമേൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ ബട്ടർ പേപ്പറിലേക്ക് റോൾ ചെയ്യുന്നില്ല, കാരണം ഏകദേശം നോമ്പുറിക്കാൻ ടൈമായി. അങ്ങനെ നമുക്കിതെല്ലാം റോൾ ചെയ്ത് വെക്കാം. ഒരു ട്രേയിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ല നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം.